ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയല്ലോ. മട്ടൺ ബ്രെയിൻ കുക്ക് ചെയ്യും. അതിനാവശ്യമായത് എന്തൊക്കെയാണ്? സവാള കുഞ്ഞിതായി അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയത്, പിന്നെ 2 കോഴിമുട്ട, പിന്നെ കുറച്ച് മസാലപ്പൊടികളുടെ ഐറ്റംസ് ആണ് വേണ്ടത്. നമുക്ക് ചട്ടി ചൂടാകാൻ വെക്കാം അല്ലേ. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ചേർക്കുക. അത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ. അതിലേക്ക് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് പേസ്റ്റ് ഇടുക. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് അധികം ചേർത്തോളൂ കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് കറക്റ്റായി കിട്ടത്തുള്ളൂ. ആ മസാലകളുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അത് മുട്ട ചിക്കി എടുക്കുന്ന ആ ഒരു പരുവം ആവണം. അങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ബ്രെയിൻ അതിലേക്ക് ആഡ് ചെയ്യാം. ഈ മസാലകളും മട്ടൺ ബ്രെയിനും നന്നായി മിക്സ് ആവുന്നത് പോലെ തന്നെ നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ച് വെച്ച് 10-20 മിനിറ്റ് വേവിക്കേണ്ടതാണ്. ഇടയിൽ ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഈ മട്ടൺ ബ്രെയിനിൽ കൂടുതലായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയത് കൊണ്ട് നമ്മുടെ തലച്ചോറിൻ്റെയും ഹൃദയാരോഗ്യത്തിൻ്റെയും കാര്യത്തിൽ വളരെ ഗുണകരമാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കിയാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്